എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഈ വെള്ളിയാഴ്ച ജൂൺ 27-ാം തീയതി ആഘോഷിക്കുകയാണല്ലോ. ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ മാസമായി നമ്മൾ ആചരിക്കുന്നു. ബൈബിളിൽ വിശുദ്ധ യോഹന്നാനാണ് ദൈവത്തിന് ഒരു നിർവചനം കൊടുക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം. സാധിക്കുന്ന എല്ലാവരും ഇതൊന്ന് വായിക്കണം. ഈ ഭാഗം അവിടെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുന്നു, ദൈവം സ്നേഹമാകുന്നുവെന്ന്. ആരാണത് പറഞ്ഞത്? കർത്താവിൻ്റെ ഹൃദയത്തോട് ചാരിക്കിടന്നവനാണ്. അവൻ്റെ ഹൃദയത്തുടിപ്പ് കാതോർത്തവൻ. അവൻ തിരിച്ചറിഞ്ഞ് പറയുന്നു, ദൈവം സ്നേഹമാകുന്നുവെന്ന്. തിരുഹൃദയ തിരുനാളിന് ഒരുങ്ങുന്ന നമ്മൾ അനുഭവിച്ചറിഞ്ഞ് ഏറ്റുപറയണം, ദൈവം സ്നേഹമാകുന്നുവെന്ന്. ഗോഡ് ഈസ് ലവ്. തിരുഹൃദയ തിരുനാളിന് ഒരുങ്ങുന്ന നമ്മളിൽ പലർക്കും തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഒരു അവയവത്തോടുള്ള ഒരു ഭക്തിയല്ല ഇത്. ഇങ്ങനെ ആരും ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. 12-ാം പീയൂസ് മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാതൃകയാണ് എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഈ ഭക്തി നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും. സ്നേഹമുള്ളവരെ, ഹൃദയമെന്ന വാക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഹൃദയം എന്ന വാക്കിനെ നമ്മൾ ധ്യാനിക്കണം. ഈ വാക്ക് 1000-ത്തിലധികം പ്രാവശ്യം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെ വെറുതെ വൈകാരികമായി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ. തീർച്ചയായും വൈകാരികമായ ഒരു തലം അതിനുണ്ട്. പക്ഷേ അവിടം കൊണ്ട് അത് തീർന്നു പോകരുത് ഒരിക്കലും. ഹൃദയം ഒരു വ്യക്തിയെ പൂർണ്ണമായും സൂചിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ വായിച്ചാൽ നമുക്ക് ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളിൽ ചില സ്ഥലത്ത് ഹൃദയം എന്ന വാക്ക് സന്തോഷത്തെ, ആനന്ദത്തെ സൂചിപ്പിക്കുന്നു. മറ്റു ചില സ്ഥലങ്ങളിൽ നെടുവീർപ്പിനെ അതുപോലെ വിലാപത്തെ, അനുതാപത്തെ ഒക്കെ സൂചിപ്പിക്കുന്നു. മറ്റു ചില സ്ഥലത്ത് കർത്താവിൻ്റെ വചനം കേൾക്കുവാനുള്ള താല്പര്യത്തെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. അതായത് ഹൃദയം എന്നുള്ളത് കേവലം ശരീരത്തിലെ ഒരു ഭാഗം ആയിട്ടല്ല ബൈബിളിൽ അവതരിപ്പിക്കുന്നത്. നേരെ മറിച്ച് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാം വാക്യം, ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നുണ്ട് ഹൃദയം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 19-ാം തിരുവചനം ഇവിടെ നമ്മൾ കാണുന്നു, തിന്മ വസിക്കുന്നത് ഒരാളുടെ ഹൃദയത്തിലാണ് എന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇവിടെയും ഹൃദയം ഒരു വ്യക്തിയെ തന്നെ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ ബൈബിളിൽ ഹൃദയം എന്ന വാക്കിനെ മനസ്സിലാക്കുന്നതിൻ്റെ ക്ലൈമാക്സ് ഇവിടെയാണ്. ഇവിടെ നമ്മൾ കാണുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. അപ്പോൾ ഹൃദയം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ തിരുഹൃദയ ഭക്തി ആരോടുള്ള ഭക്തിയാണ്? ആരോടുള്ള ആരാധനയാണ്? യേശുനാഥനോടുള്ള ആരാധനയും വണക്കവും ഭക്തിയുമാണ് എന്ത്? തിരുഹൃദയ ഭക്തി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2563 ആർട്ടിക്കിളിൽ ഹൃദയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ ഹൃദയത്തെ ബന്ധത്തിന്റെ ഒരു സ്ഥലമായി, ഒരു ഉടമ്പടിയുടെ സ്ഥലമായി പറഞ്ഞു വെക്കുന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാനെ പോലെ കർത്താവിൻ്റെ വശത്തിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് തിരുഹൃദയ ഭക്തിയിലൂടെ ഈ ബന്ധത്തിലേക്ക്, ഈ ഉടമ്പടിയിലേക്ക് നമ്മൾ വളരണം. അപ്പോൾ നമുക്കും ആത്മാർത്ഥമായി അനുഭവത്തിന് തലത്തിൽ നിന്ന് പറയുവാൻ സാധിക്കും, ദൈവം സ്നേഹമാകുന്നുവെന്ന്. ഈ തിരുഹൃദയ തിരുനാൾ ഇതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശോയുടെ തിരുഹൃദയ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം നേരുന്നു. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.